കേരള രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത നടപടിയുമായി ബന്ധപ്പെട്ട ഗവൺമെന്റ് തുടർ നടപടികൾ ഇക്കാര്യത്തിൽ ഗവൺമെന്റ് സ്വീകരിക്കുന്ന നിലപാടുകൾ വിശദീകരിക്കുകയാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു. മിനിസ്റ്ററെ, നമ്മൾ ഇക്കാര്യത്തിൽ ഒരു ഇക്കാര്യത്തിൽ എന്ത് നടപടിയിലേക്കാണ് നമ്മൾ പോകുന്നത്? ഗവൺമെന്റ് ഇക്കാര്യത്തിൽ എന്ത് ടേക്കാണ് എടുക്കാൻ ശ്രമിക്കുന്നത്? യഥാർത്ഥത്തിൽ രജിസ്ട്രാർ തെറ്റൊന്നും ചെയ്തതായിട്ട് നമുക്ക് തോന്നുന്നില്ല. കാരണം അദ്ദേഹം അവിടെ ഒരു സംഘർഷം ഉരുത്തിരിയാൻ സാഹചര്യം ഉണ്ടായപ്പോൾ അത് ഒഴിവാക്കാനുള്ള പരിശ്രമമാണ് നടത്തിയിട്ടുള്ളത്. തന്നെയല്ല, ഇപ്പോ വൈസ് ചാൻസലർക്ക് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരമില്ല. കേരള സർവകലാശാലയുടെ ചട്ടങ്ങളും നിയമങ്ങളും ഒക്കെ അനുസരിച്ച് യാതൊരു തരത്തിലും വൈസ് ചാൻസലർക്ക് രജിസ്ട്രാർക്ക് എതിരെ നടപടിയെടുക്കാൻ സാധിക്കില്ല. സിൻഡിക്കേറ്റാണ് രജിസ്ട്രാറുടെ അപ്പോയിന്റിംഗ് അതോറിറ്റി. സിൻഡിക്കേറ്റിനാണ് ഏതെങ്കിലും വിധത്തിൽ അച്ചടക്ക നടപടിയൊക്കെ സ്വീകരിക്കാനുള്ള അധികാരമുള്ളത്. സിൻഡിക്കേറ്റ് യോഗം ചേരുന്നതിന് മുമ്പായി ഒരു നടപടിയിലേക്ക് പോയത്, അക്കാര്യത്തിൽ വേഗത്തിലുള്ള നടപടിയിലേക്ക് പോയതിൽ വലിയ രാഷ്ട്രീയ ലക്ഷ്യമല്ലേ ഉള്ളത്? തീർച്ചയായും രാഷ്ട്രീയ ലക്ഷ്യമാണല്ലോ ഉള്ളത്. അത് വളരെ എവിഡന്റ് ആണല്ലോ. സിൻഡിക്കേറ്റ് ഈ വിഷയം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വൈസ് ചാൻസലറോട് സംസാരിച്ചതിന് ശേഷമാണ് അദ്ദേഹം വലിയ അടിയന്തര പ്രാധാന്യം ഉള്ള വിഷയം എന്നുള്ള നിലയിൽ ഇങ്ങനെ സസ്പെൻഷനിലേക്ക് പോയിട്ടുള്ളത്. അദ്ദേഹത്തിന് പ്രായണ ഈ ചട്ടങ്ങളെയും നിയമങ്ങളെയും ഒന്നും കുറിച്ച് വലിയ ധാരണയില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. തന്നെയല്ല, രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചാൻസലർക്ക് വിധേയനായി വൈസ് ചാൻസലർ പ്രവർത്തിക്കുകയാണ് ഇപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സംഘപരിവാര ശക്തികൾക്ക് വിധേയമായിട്ട് ചാൻസലറും അദ്ദേഹത്തിന്റെ ചട്ടുകമായിട്ട് വൈസ് ചാൻസലറും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കാവ്യവൽക്കരണ അജണ്ട കേരളത്തിലെ സർവകലാശാലകളിൽ നടപ്പാക്കലാണ് ലക്ഷ്യം. രാഷ്ട്രീയ അധികാരത്തിൽ കടിച്ചു തൂങ്ങണമെന്നുണ്ടെങ്കിൽ ആശയമണ്ഡലം അതിനനുസൃതമായിട്ട് പ്രിപ്പയർ ചെയ്യണം. അതിനുള്ള ശ്രമമാണ് ഈ നടത്തുന്നത്. കേരളത്തിൽ മതനിരപേക്ഷ സമൂഹം എന്നുള്ള ആ ബാഡ്ജ് നമ്മൾ നിലനിർത്തിയിട്ടുണ്ട് എല്ലാ കാലത്തും. മതേതര സൌഹാർദ്ദങ്ങൾ അതിശക്തമായിട്ട് നിലനിൽക്കുന്ന ഒരു നാടാണ് കേരളം. കേരളത്തിലെ ക്യാമ്പസുകളെ പോലും രാഷ്ട്രീയവൽക്കരിക്കുക, കാവ്യവൽക്കരിക്കുക എന്ന നയം അത് വൈസ് ചാൻസലർ കൂടെ നടപ്പാക്കാനാണോ ഉദ്ദേശിക്കുന്നത്? അത് വൈസ് ചാൻസലറൊക്കെ അതിന് ശ്രമിക്കുകയാണ്. ചാൻസലറും വൈസ് ചാൻസലർ നേരത്തെ അദ്ദേഹത്തിന് വേറെ നിലപാടുകളായിരുന്നു. ഇപ്പോ ശിലാന്യാസ പരിപാടിയിലടക്കം പങ്കെടുത്തിട്ടാണ് അദ്ദേഹം വൈസ് ചാൻസലറൊക്കെ ആയിട്ട് അവരോധിക്കപ്പെടുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ കേരള സർവകലാശാലയുടെ VC ആയിട്ട് അദ്ദേഹം വരുന്നത് ആ നിലയിലാണ്. ഇപ്പോ കേന്ദ്ര ഗവൺമെന്റ് നിയോഗിക്കുന്ന ഗവർണർമാര് ചാൻസലർമാരാണെങ്കിൽ അവരെ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള അജണ്ടകൾ നടപ്പാക്കുക എന്നുള്ളതാണ് RSSഉം സംഘപരിവാര ശക്തികളും ശ്രമിക്കുന്നതായിട്ടുള്ള കാര്യം. സർക്കാർ രജിസ്ട്രാർക്ക് പരിപൂർണമായി പിന്തുണ നൽകുമോ? ഇക്കാര്യത്തിൽ സർക്കാരിന്റെ ടേക്ക് എങ്ങനെയായിരിക്കും മിനിസ്റ്റർ? സർക്കാർ സർവകലാശാലയുടെ നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ചാണ് നിലപാട് സ്വീകരിക്കുക. അല്ലാതെ രജിസ്ട്രാർ ആണോ ഏതെങ്കിലും വ്യക്തി എന്നുള്ള നിലയ്ക്കല്ല. പിന്നെ കാര്യങ്ങളുടെ മെറിറ്റ് അനുസരിച്ചാണ് നമ്മളുടെ നിലപാട് സ്വീകരിക്കുക. എന്താണ് അവിടെ ഉണ്ടായത് എന്ന് വസ്തുനിഷ്ഠമായിട്ട് പരിശോധിച്ചിട്ടാണല്ലോ. സംഘർഷം ഒഴിവാക്കാൻ രജിസ്ട്രാർ ശ്രമിക്കുന്നു. ഒടുവിൽ രജിസ്ട്രാറെ ഒറ്റപ്പെടുന്ന നടപടിയിലേക്ക് ഈ ചാൻസലറും വൈസ് ചാൻസലറും ചേർന്ന് പോകുന്ന സമീപനമാണ് ഇപ്പോൾ കാണുന്നത്. സംഘർഷം ഒഴിവാക്കാനും മതനിരപേക്ഷത ഈ ക്യാമ്പസിന് അനിവാര്യമാണ് എന്ന് കണ്ടുകൊണ്ട് മതാത്മക ചിഹ്നങ്ങൾ ഒഴിവാക്കണമെന്ന് അഭ്യർത്ഥിക്കാനുമാണ് രജിസ്ട്രാർ മുൻകൈയെടുത്തത്. അതിന്റെ പേരിലാണ് അദ്ദേഹം ഇപ്പോൾ ബലിയാടാക്കപ്പെടുന്നത്. അത് അനുവദിക്കാൻ പറ്റുന്ന കാര്യമല്ല. പരിപൂർണമായ പിന്തുണ ഇക്കാര്യത്തിൽ നിലവിലെ രജിസ്ട്രാർക്കുണ്ടായിരിക്കും. ആ രജിസ്ട്രാർ ആണെങ്കിൽ നമ്മുടെ യൂണിഫോം അക്കാഡമിക് കലണ്ടർ തയ്യാറാക്കാനും സർവകലാശാലകളിൽ നടന്നുവരുന്ന ഗുണമേന്മ മെച്ചപ്പെടുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങളെ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുമൊക്കെ നല്ല നിലയിൽ സഹായിക്കുന്ന ഒരു രജിസ്ട്രാർ കൂടിയാണ്. നല്ല സംഭാവനകളാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ഇപ്പൊ കേരള സർവകലാശാല ഈ 3-4 വർഷക്കാലത്തിനിടയ്ക്ക് ആർജിച്ചിട്ടുള്ള ബഹുമുഖങ്ങളായിട്ടുള്ള നേട്ടങ്ങൾ അദ്ദേഹത്തിന്റെ വളരെ സമർപ്പിതമായ പ്രവർത്തനത്തിന്റെ കൂടെ റിസൾട്ടാണ്. സർവകലാശാലയുടെ അക്കാദമിക് നിലവാരത്തെ പോലും ബാധിക്കുന്ന തരത്തിലാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ പോകുന്നത്. അത് അങ്ങനെ ബാധിക്കാതിരിക്കാൻ അവിടുത്തെ അധ്യാപക സമൂഹവും ഗവേഷകരും ഒക്കെ നന്നായി ശ്രമിക്കുന്നുണ്ട്. ഇത്തരം പ്രതിസന്ധികൾ ബോധപൂർവം സൃഷ്ടിക്കാൻ ഉത്തരവാദിത്വമുള്ള ചാൻസലർമാർ തന്നെ പ്രവർത്തിക്കുമ്പോൾ അതിനെതിരെ നിന്നുകൊണ്ട് തന്നെ ഏറ്റവും കൃത്യമായിട്ട് അക്കാദമിക് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും ഗുണനിലവാര വർധനവിന് കൂട്ടായി പരിശ്രമിക്കാനും കേരള സർവകലാശാലയിലെ അക്കാദമിക് കമ്മ്യൂണിറ്റി ശ്രമിക്കുന്നുണ്ട്. അത് വളരെ പോസിറ്റീവാണ്. നിയമപരമായ പോരാട്ടം ഇക്കാര്യത്തിൽ ഉണ്ടാകുമോ സർക്കാരിന്റെ ഭാഗത്തുനിന്ന്? തീർച്ചയായും നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നിയമോപദേശം തേടിയിരിക്കുകയാണ്. രജിസ്ട്രാർ ഇതുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിക്കുകയാണ്. സർക്കാരിനെ സംബന്ധിച്ച് കേരള സർവകലാശാലയിലാണെങ്കിൽ മറ്റൊരു സർവകലാശാലയിൽ നാളെ സംഭവിച്ചുകൂടാ.
എന്ന് നമുക്ക് കരുതാൻ കഴിയില്ലല്ലോ. ഇത് സുവ്യക്തമായ വിധത്തിൽ നിയമവിരുദ്ധമായ കാര്യമാണ് സംഭവിച്ചിട്ടുള്ളത്. അതിൽ ആവശ്യമായിട്ടുള്ള രീതിയിൽ ഇടപെടും. കേരള സർവകലാശാല രജിസ്ട്രാർക്കൊപ്പം തന്നെയാണ് സർക്കാർ എന്നുള്ളതാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വ്യക്തമാക്കുന്നത്. നിയമ പോരാട്ടത്തിലേക്ക് തന്നെ സർക്കാർ കടക്കുകയാണ്. കൊല്ലത്തുനിന്ന് ക്യാമറാമാൻ അരുൺ സാറിനൊപ്പം അരുൺ രാജ്, 24.